ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഇറ്റലി വിവിൻ്റെ പാർക്കിങ്ങിലാട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട. അപ്പോൾ ഇന്ന് വെളുപ്പിന് ഈ പാർക്കിങ്ങിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അവിടെ എക്സിറ്റ് ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ടീമുകളുണ്ടായിരുന്നല്ലോ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവർ പറഞ്ഞ വെളുപ്പിന് 4 മണിക്ക് തന്നെ എണീറ്റ് പോകാം, അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനും എണീറ്റുണ്ടായി. പക്ഷേ ഞാൻ പിന്നെ നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ ഈ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാനൊന്ന് തമ്പടിച്ച് നിന്നിട്ടോ. അവന്മാർ 4 മണിക്ക് എടുത്ത് പോയതാട്ടോ. 4 മണിക്ക് എടുത്ത് പോയപ്പോൾ 6:10 2 മണിക്കൂർ കഴിഞ്ഞോട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയത്, നിങ്ങൾക്ക് എന്തായി എക്സിറ്റ് ചെയ്ത് പോയാന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, ഈ വളവിൽ ഇവിടെ കിടപ്പുണ്ട് 2 മണിക്കൂറായിട്ട് ഈ ഗേറ്റിൽ കിടപ്പുണ്ട്. എക്സിറ്റ് ആയിട്ട് പോയിട്ടില്ല, അതേമാതിരി ബ്ലോക്കായിട്ട് കിടക്കാട്ടോ. കട്ട ബ്ലോക്കാണ് കണ്ടോ. ഇനി ഇതൊന്ന് മൂവായിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അയ്യോ, ടൈം 7 മണി കേട്ടോ. നമ്മൾ ഇപ്പോഴാണ് ടൈം പാർക്കിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടികളൊന്ന് ജസ്റ്റ് ഒന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഓ, സംഭവം ഒരു വിധത്തിലാണ്ട് മൂവായിട്ട് എന്തായാലും എക്സിറ്റായി നമ്മൾ കറക്റ്റ് ടൈമാണ്. ആ സൈഡ് പാർക്കിങ്ങിലേക്ക് വണ്ടി വന്നോണ്ടിരിക്കും. ഇതിലൊന്നും എക്സിറ്റ് പോകുന്നു. ഇനി നമുക്ക് 980 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നെതർലൻഡിലേക്ക് നമുക്ക് ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക്. നമ്മളത് എടുത്ത ടൈം വലിയ മോശമില്ലാത്തതുകൊണ്ട് ഒന്ന് മൂവായി തുടങ്ങിയപ്പോൾ എടുത്താറുണ്ട് നമ്മളത് മെയിൻ റൂട്ടിലേക്ക് കയറിയിട്ടാണ്. ഇനി നമുക്ക് നേരെ ഓസ്ട്രിയ, ജർമ്മനി അങ്ങനെ ഉണ്ട് പഠിക്കാം. 7:30 ആയിട്ടുള്ളൂ. നമ്മൾ 7:15 എപ്പോഴും നമ്മൾ എടുത്തതാണ്. ഒരു 15-20 മിനിറ്റ് നമുക്ക് വേണ്ടി പോകും. മറ്റന്മാർ 2 മണിക്കൂറോടെ പെട്ടാട്ടാ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും പരിചയമായി വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു സന്തോഷം. പിന്നെ പറയാൻ കാരണം എന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ ഹോപ്പ് ട്രാൻസ്, അതിൽ ലിത്വാനിയ കമ്പനി കേട്ടോ. അപ്പോൾ അതിൽ 2 പേര്, ഈ കമ്പനിയിൽ 2 പേരെ നമ്മളിപ്പോൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായി. അതിൽ ഒരു അജേഷ്, ഒരു സുരേഷ് പറഞ്ഞ 2 പേരാട്ടോ പരിചയപ്പെട്ടെ. അതിൽ അജേഷ് വന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ.